ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരയണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നന്ന് വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരയണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകളും ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. ആമേൻ. ജോർജ്, നീ എന്താ ഭക്ഷണം കഴിക്കാത്തേ? എനിക്ക് വിശപ്പില്ലേ ചേച്ചി. ഇന്ന് വൈകുന്നേരം നീ എന്തെങ്കിലും കഴിച്ചോ? ഒന്നും കഴിച്ചില്ല, ഉച്ചയ്ക്ക് കഴിച്ചു. പിന്നെ നീ എന്താ ഭക്ഷണം കഴിക്കാത്തേ? നിനക്ക് ഇഷ്ടമുള്ള ഭക്ഷണമല്ലേ ഞാൻ ഉണ്ടാക്കി വെച്ചിരിക്കുന്നേ. എന്തിന്? ഞാൻ പറഞ്ഞോ? നീ ഭക്ഷണം കഴിക്ക് ജോർജ്. എനിക്ക് വിശപ്പില്ലേ ചേച്ചി. അതാടാ ഞാൻ ചോദിക്കുന്നത്, എന്താ വിശപ്പില്ലാത്തേന്ന്. ഞാൻ പറഞ്ഞു എനിക്ക് വേണ്ട, അത്ര തന്നെ. നീ എന്തിനാ എപ്പോഴും ഇറിറ്റേറ്റ് ചെയ്യുന്നേ? നീ എന്നോട് ക്ഷമിക്ക്. എനിക്ക് ദേഷ്യം വന്നത് നീ ഭക്ഷണം കഴിക്കാത്തോണ്ടല്ലേ. എന്താ നിന്റെ പ്രശ്നം? പറ, ചേച്ചി കേൾക്കാൻ തയ്യാറാ. എന്താ നിനക്ക് പറ്റിയത്? പറ മോനെ, നിനക്ക് എന്താ ഇത്ര പെട്ടെന്ന് ദേഷ്യം വരുന്നത്? നീ ചേച്ചിയോട് പറ. നിനക്ക് ഞാനും എനിക്ക് നീയും മാത്രമല്ലേ ഉള്ളൂ. നീ പറ. ചേച്ചി, എനിക്കറിയില്ല എന്താ സംഭവിക്കുന്നത്. എല്ലാവരും പറയുന്നത് എനിക്ക് എന്തൊക്കെയോ മാറ്റങ്ങളുണ്ട്. എനിക്ക് എന്നെ തന്നെ കൺട്രോൾ ചെയ്യാൻ പറ്റുള്ളൂ ചേച്ചി. എനിക്ക് പെട്ടെന്ന് ദേഷ്യം വരണം. ഓഫീസിലെ പ്രശ്നങ്ങളാണ്, ഒന്നിനും കൊള്ളില്ലാതെ തോന്നുന്നു. എനിക്ക് വിശപ്പില്ല, അതല്ലേ ചേച്ചി ഞാൻ കഴിക്കാത്തത്. പ്ലീസ് ഹെൽപ്പ് മീ ചേച്ചി. അയ്യേ, കം ഓൺ ജോർജ്. ഈ ലോകത്ത് പരിഹാരമില്ലാത്ത എന്തെങ്കിലും പ്രശ്നമുണ്ടോ? നീ വിഷമിക്കണ്ട. നമുക്ക് ഡോക്ടർ രമേശിനെ പോയി കണ്ടാലോ? ചേച്ചി, ഇതൊരു ഡോക്ടർ കാണേണ്ട കേസാണ്. ഒരു ഡോക്ടർക്ക് എന്ത് ചെയ്യാനാ? നിനക്ക് വിശപ്പില്ല, ഭക്ഷണം കഴിക്കാൻ തോന്നുന്നില്ല, എപ്പോഴും ഒരു തരം അസ്വസ്ഥത. ഇത് ഒരു തരം അസുഖമായിക്കൂടെ? എന്തായാലും നമുക്കൊന്ന് നോക്കാം രമേശ് എന്താ പറയുന്നതെന്ന്. ആഫ്റ്റർ ഓൾ ഹീസ് നോട്ട് എ സ്ട്രേഞ്ചർ, ഹീസ് അവർ ഫാമിലി ഫ്രണ്ട്. ശരി ചേച്ചി, നമുക്ക് പോവാം. ജോസേ, ഈ വെർട്ടിക്കൽ ഗാർഡൻസ് ഒക്കെ നനച്ചതിന് ശേഷം മാത്രം ഇവിടെ വണ്ടി പാർക്ക് ചെയ്താൽ മതി. അതുവരെ വണ്ടിയൊക്കെ ബാക്ക് സൈഡിൽ പാർക്ക് ചെയ്യട്ടോ. ഓക്കെ സാർ. ഹായ് മാഡം. ഹായ്. ഗുഡ് മോർണിംഗ് മാഡം. ഇന്നലെ കൺസൾട്ടേഷൻ വന്നപ്പോൾ ചെയ്ത ടെസ്റ്റ് റിസൾട്ട്സ് എല്ലാം റെഡിയാണ്. ഞാൻ ആ ഫോളോ അപ്പ് കമ്പ്യൂട്ടർ നോക്കിയായിരുന്നു, അതെല്ലാം എൻ്റർ ചെയ്തിട്ടുണ്ട്. മാഡം നേരെ ഡോക്ടർ ക്യാബിനിലേക്ക് പോയിട്ടു. നേഴ്സിനോട് ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, താങ്ക് യു. പ്ലീസ്. Oh, doctor, we will wait. No, it's okay. I'm done with the patient. Please come. ഞാൻ 2 ടാബ്ലറ്റും ഒരു സിറപ്പും പ്രിസ്ക്രൈബ് ചെയ്തിട്ടുണ്ട്. ചെറിയ മയക്കം വരാൻ സാധ്യതയുള്ളൊരു മരുന്നാണ്. സോ ഡ്രൈവ് കെയർഫുള്ളി. പിന്നെ സിഗരറ്റ് സ്മോക്കിംഗ് ഈസ് ഇൻജുറിയസ് ടു ഹെൽത്ത്. അപ്പോൾ ഫാർമസി പോയിട്ട് മരുന്നും പ്രിസ്ക്രിപ്ഷനും കളക്ട് ചെയ്യാം. ഓക്കെ, ശരി. താങ്ക് യു ഡോക്ടർ. ജോർജ്, എനിക്ക് തൻ്റെ ഒരു ഹെൽപ്പ് വേണം. ഇവിടുത്തെ സിസ്റ്റം ഹെഡിന് സോൾവ് ചെയ്യാൻ പറ്റാത്ത എന്തോ ഒരു ടെക്നിക്കൽ ഇഷ്യൂ ഉണ്ട്. തനിക്ക് പോയി ഒന്ന് ഹെൽപ്പ് ചെയ്യാൻ പറ്റുമോ? ഷുവർ ഡോക്ടർ. IT റൂം ഗ്രൗണ്ട് ഫ്ലോറിലല്ലേ? IT റൂമിലല്ല ഇഷ്യൂ, ഓക്കെ, അക്കൗണ്ട് ഡിപ്പാർട്ട്മെൻറ്റിലാണ്. എന്തോ നെറ്റ്വർക്ക് ഇഷ്യൂ. 2nd ഫ്ലോറിൽ ചെന്നോളൂ. കമ്പ്യൂട്ടറിൻ്റെ കാര്യങ്ങൾ നോക്കുന്നത് എൻ്റെ നെവ്യൂ അജിത്താണ്. അവൻ എക്സ്പ്ലെയിൻ ചെയ്തു തരും. ഓക്കെ, പ്ലീസ്. ഓക്കെ ഡോക്ടർ. ഹജി, ഞാൻ അഞ്ജുവിൻ്റെ ബ്രദർ ജോർജിനെ അങ്ങോട്ട് വിട്ടിട്ടുണ്ട്. ഓക്കെ. അയാൾക്കൊരു പക്ഷേ നിൻ്റെ പറഞ്ഞ ഇഷ്യൂ സോൾവ് ചെയ്യാൻ പറ്റുമായിരിക്കും. നീ ഒരു കാര്യം കൂടി എനിക്ക് വേണ്ടി ചെയ്യണം. പറയുന്നത് ശ്രദ്ധിച്ച് കേൾക്ക്. ഓക്കെ. ചെയ്യാം, തീർച്ചയായും. അഞ്ജു, ടെസ്റ്റ് റിസൾട്ടുകളൊക്കെ ഞാൻ കണ്ടു. പ്രത്യേകിച്ച് പ്രോബ്ലം അതിനകത്ത് ഞാൻ കാണുന്നില്ല. പക്ഷേ അവന് ശാരീരിക അസ്വാസ്ഥ്യങ്ങളുണ്ട്. അതുപോലെ തന്നെ നീ പറഞ്ഞ കാര്യങ്ങളൊക്കെ കൂട്ടി വായിച്ച് നോക്കുമ്പോൾ അവന് പെട്ടെന്ന് ദേഷ്യം വരും, അല്ലേ? ഓക്കെ, വാട്ട്സ് ദി പ്രോബ്ലം? ഈ നെറ്റ്വർക്ക് കേബിൾ കുത്തുമ്പോൾ നെറ്റ്വർക്ക് സ്ലോ ആകും, ചിലപ്പോൾ ക്രാഷും ആകും. ഞാൻ കുറേ നോക്കി, പക്ഷേ പ്രോബ്ലം കണ്ടുപിടിക്കാൻ പറ്റിയില്ല.
ജോർജിനെ കൊണ്ടൊന്നും ചെയ്യാൻ പറ്റില്ലെന്ന് എനിക്കറിയാം. ഹലോ അമ്മാവൻ പറഞ്ഞല്ലേ, ട്രൈ ചെയ്. ഡോ മുഖത്തൊക്കെ സംസാരിക്കേ. ടോക്ക് ഫേസ് ടു ഫേസ്. ഹൗ ഡെയർ യു ഇൻസൾട്ട് മീ? ഡു യു നോ ഹു ഐ ആം? ഐ ആം വർക്കിംഗ് ആസ് ആൻ ഐടി ഹെഡ് ഇൻ വൺ ഓഫ് ദ മോസ്റ്റ് റെപ്യൂട്ടഡ് ഐടി കമ്പനി. ഐ ആം നോട്ട്. സോറി, റിയലി സോറി. ഞാൻ നിങ്ങളെ ഇൻസൾട്ട് ചെയ്യാൻ വേണ്ടി പറഞ്ഞല്ല. സോറി. ആ പറയൂ ജി. അമ്മാവ, ജോർജ് എനിക്ക് പ്രോബ്ലം സോൾവ് ചെയ്യാനുള്ള 3 വഴി പറഞ്ഞു തന്നു. ഞാൻ ആലോചിക്കാത്ത 3 സാധ്യതകൾ. അതിലൊരെണ്ണം വർക്കൗട്ട് ആവും ഷുവർ. പിന്നെ അമ്മാവൻ പറഞ്ഞ പോലെ. ഓക്കെ, എന്നിട്ട് ശരി. ഓക്കെ ഓക്കെ ശരി. അഞ്ജു, നമുക്ക് ആദ്യത്തെ സ്റ്റെപ്പ് വെക്കേണ്ട സമയമായി. ഒരു സൈക്യാട്രിസ്റ്റിനെ കാണേണ്ടി വരും. ഞാനൊരു കാര്യം ചെയ്യാം. ഡോക്ടർ ദേവദാസ് മേനോൻ എൻ്റെ വളരെ അടുത്ത സുഹൃത്താണ്. ഞാൻ ഡോക്ടറോട് സംസാരിക്കാം. ഐ തിങ്ക് ഹീൽ ബി ഏബിൾ ടു ഹെൽപ്പ് അസ്. ഓക്കെ ഓക്കെ, ഡോക്ടർ ദേവിനെ എനിക്കറിയാം. ഞങ്ങളുടെ റോട്ടറി ക്ലബ് മെമ്പറാണ്. പക്ഷേ സൈക്യാട്രിസ്റ്റിനെ കാണാൻ അവൻ സമ്മതിക്കുമോ? യു ആർ റൈറ്റ് അഞ്ജു. ഇൻ ദിസ് കേസ് പീപ്പിൾ റെസിസ്റ്റ് ടു ഗോ ടു എ സൈക്യാട്രിസ്റ്റ്. ബട്ട് ഡോണ്ട് വറി, ഓക്കെ. ഇത് ഞാൻ ഏറ്റു. ഓക്കെ ഓക്കെ. ആ ജോർജ്, അജി വിളിച്ചിരുന്നു. ജോർജ് സൊല്യൂഷൻസ് ഒക്കെ സജസ്റ്റ് ചെയ്യുമെന്ന് പറഞ്ഞു. ഞാൻ അജിയോട് അപ്പോഴേ പറഞ്ഞാണ് യു വിൽ ബി ഏബിൾ ടു ഡു ഇറ്റ്. പ്രോബ്ലത്തിലെ സൊല്യൂഷനൊക്കെ ഞാൻ സജസ്റ്റ് ചെയ്തു. പക്ഷേ അജിത്ത് അയാളെന്ത് മനുഷ്യനാണ്. എൻ്റെ ഒരു ദിവസം അയാൾ നശിപ്പിച്ച്. റെഡിക്കുലസ്. ഇങ്ങനത്തെ ആൾക്കാരാണ് ഡോക്ടർ ജോലിക്ക് വയ്ക്കുന്നത്. പെരുമാറാൻ തീരെ അറിയില്ല. കാം ഡൗൺ പ്ലീസ്. അജി ചെയ്തത് എന്തായാലും തെറ്റായിപ്പോയി. വിട്ടുകള. നമുക്കൊരു ചായ കുടിച്ചാലോ? എന്താ അഞ്ജു? അതല്ല അവിടെ ഇരിക്കട്ടെ. എന്താണ് ഇപ്പോഴത്തെ ലേറ്റസ്റ്റ് ടെക്നോളജി ട്രെൻഡ്സ്? അതിനെക്കുറിച്ച് ചർച്ച ചെയ്യണമെങ്കിൽ നമുക്കൊരു മണിക്കൂറെങ്കിലും അതിനെക്കുറിച്ച് പറയേണ്ടി വരും. ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ്, മെഷീൻ ലേണിംഗ്, എഡ്ജ് കമ്പ്യൂട്ടിംഗ്, റോബോട്ടിക്സ്, വിർച്വൽ റിയാലിറ്റി, ഓഗ്മെന്റഡ് റിയാലിറ്റി, ബ്ലോക്ക് ചെയിൻ, IoT. ഇതിനെക്കുറിച്ചാണ് ഡോക്ടർക്ക് അറിയേണ്ടത്. ബ്ലോക്ക് ചെയിൻ, IoT. ഇതിനെക്കുറിച്ച് നമ്മൾ കൃത്യമായിട്ട് അപ്ഡേറ്റ് ചെയ്തില്ലെങ്കിൽ നമ്മൾ ഈ ഫീൽഡിൽ നിന്ന് തന്നെ ഔട്ടായി പോകും. ഇനി ജോർജ്, ഞാൻ ഒരു കാര്യം പറയാം. നീ അത് വളരെ പോസിറ്റീവായിട്ട് എടുക്കണം. ഞാൻ കുറേ ടെസ്റ്റുകൾ ചെയ്യിപ്പിച്ചു. ടെസ്റ്റ് റിസൾട്ടുകളൊന്നും യാതൊരുവിധ കുഴപ്പങ്ങളും കണ്ടുപിടിക്കാൻ പറ്റിയിട്ടില്ല. അഞ്ജുവും ജോർജും ഇന്നലെ എന്നോട് വിശദീകരിച്ച പ്രശ്നങ്ങൾ അത് ഈ ലോകത്ത് സർവ്വസാധാരണമാണ്. ജീവിത സാഹചര്യങ്ങൾ, പലതരം സംഘർഷങ്ങൾ, മെൻ്റൽ ടെൻഷൻസ്, ഇതെല്ലാം കൊണ്ടുണ്ടാവുന്നതാണ്. ജോർജ്, നീ വളരെയധികം കഴിവുള്ളൊരു വ്യക്തിയാണ് അല്ലേ? പിന്നെ നിന്നിലുള്ള ഈ വലിയ മാറ്റങ്ങൾ കണ്ടു തുടങ്ങിയിട്ട് അധിക കാലമൊന്നും ആയിട്ടില്ല. അതും ശരിയല്ലേ? അതെ ഡോക്ടർ, എനിക്കും അങ്ങനെ തോന്നുന്നു. ഡോക്ടർക്ക് എന്നെ കുറേ കാലമായിട്ട് അറിയാവുന്നതാണല്ലോ. അതെ, എനിക്കറിയാം. വളരെ കാലമായിട്ട് എനിക്ക് ജോർജിനെ അറിയാവുന്നതാണല്ലോ. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ജോർജിന് മാറ്റങ്ങളുണ്ട്. ഈ സാഹചര്യത്തിൽ നമുക്കൊരു സൈക്കാട്രിസ്റ്റുമായിട്ട് ഡിസ്കസ് ചെയ്യുന്നതിൽ യാതൊരു തെറ്റുമില്ല. യു നോ, ഇൻ ഡെവലപ്ഡ് കൺട്രീസ് 85% ഓഫ് ദ പീപ്പിൾ കൺസൾട്ട് എ സൈക്കാട്രിസ്റ്റ് ഫോർ ദ ഡേ ടു ഡേ പ്രോബ്ലംസ്. അതുകൊണ്ട് ജോർജിൻ്റെ ഈ പ്രശ്നങ്ങൾ എൻ്റെ അടുത്ത സുഹൃത്തായ ഡോക്ടർ ദേവദാസ് മേനോനായിട്ട് ഡിസ്കസ് ചെയ്യുന്നതിൽ യാതൊരു തെറ്റുമില്ല. പക്ഷേ സംശയിക്കേണ്ട ജോർജ്, സ്വന്തമായിട്ടൊന്ന് ചിന്തിച്ചു നോക്ക്. കഴിഞ്ഞ പല മാസങ്ങളായിട്ട് നിന്റെ ഔട്ട്പുട്ട് കുറഞ്ഞില്ലേ? നീ ഇങ്ങനെ ആയിരുന്നു. ഡോക്ടർ പറയുന്നത് എനിക്ക് ശരിയാണെന്ന് തോന്നുന്നു. എൻ്റെ കൊളീഗ്സ് എന്നോട് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്. നൗ ഐ പ്രസ്യൂം യു ആർ കൺവിൻസ്ഡ്. യെസ് ഡോക്ടർ. ഡോക്ടർ കൺസൾട്ടേഷൻ ഡേ നാളെയാണ്. റിസപ്ഷനിൽ പോയത് ബുക്ക് ചെയ്തേക്കൂ നാളത്തേക്ക്. ഓക്കെ, ഞാൻ ഡോക്ടറെ വിളിച്ച് പറഞ്ഞേക്കും. ഓക്കെ, ക്യാരി ഓൺ. ഓക്കെ, ശരി രമേശ്. ആ ജോർജ്, പിന്നെ അജിയായിട്ടുണ്ടായ ഇഷ്യൂ പ്ലീസ് ഫോർഗെറ്റ് ഇറ്റ്. ഐ എം എക്സ്ട്രീംലി സോറി. ഓക്കെ? ഇല്ല ഡോക്ടർ, ഞാൻ അത് പിഴ വിട്ടു. ജോർജ്, ഞാൻ വിശദീകരിച്ചു തരാം. എന്നെ ഒരു സുഹൃത്തായിട്ട് കാണണം. ഇങ്ങനെ ഒന്ന് സങ്കല്പിക്കൂ.
എൻ്റെ കമ്പ്യൂട്ടറിന് ഒരു പ്രോബ്ലം ഉണ്ട്. ഞാൻ ജോർജിൻ്റെ അടുത്ത് വരുന്നു. ജോർജിന് അതിനൊരു സൊല്യൂഷനുണ്ട്. അതുപോലെ ജോർജിനൊരു പ്രോബ്ലം ഉണ്ട്, എൻ്റെ അടുത്ത് വരുന്നു. ആൻഡ് ഐ ഹാവ് എ സൊല്യൂഷൻ. ജോർജ്, ഞാൻ പറയുന്നതായിട്ട് യോജിക്കുന്നുണ്ടോ? ജോർജിന് എന്നോട് എന്തെങ്കിലും ചോദിക്കണമെന്നോ പറയണമെന്നോ തോന്നുന്നുണ്ടോ? ഡോക്ടർ, ഇതെങ്ങനെ ഒരു അസുഖമോ? ശരിയാണ്, എൻ്റെ ഓഫീസിൽ കുറച്ച് പ്രോബ്ലംസ് ഒക്കെ ഉണ്ട്. അതെൻ്റെ കൊളീഗ്സ് ആയിട്ട് ഉണ്ടാക്കുന്നതാണ്. അതിന് എന്നെ ട്രീറ്റ് ചെയ്തിട്ട് എന്താ കാര്യം? ഫോർ എക്സാമ്പിൾ, ഡോക്ടർ എനിക്ക് വേണ്ടി ക്യാൻറ്റീനിൽ നിന്ന് ഒരു ഗ്ലാസ് ചായ വരുത്തുന്നു എന്ന് കരുതുക. ആ ചായ ഗ്ലാസ്സിൽ കുറച്ച് അഴുക്കുണ്ടെന്നും കരുതുക. അത് ഓർഡർ ചെയ്ത ഡോക്ടറാണോ കുറ്റക്കാരൻ? അല്ലല്ലോ. പിന്നെ എന്താ ഡോക്ടർ ഈ പറയുന്നത്? ജോർജ്, ഞാൻ ഉദ്ദേശിച്ചത് അതല്ല. നിങ്ങൾ നല്ലൊരു ഭക്ഷണപ്രിയനായിരുന്നു. അതെ. ഇപ്പോൾ ഭക്ഷണത്തിനോടൊരു വിരക്തിയുണ്ട്. നിങ്ങൾ സംസാരപ്രിയനായിരുന്നു. ചേച്ചി പറയുന്നു നിങ്ങൾ ചേച്ചിയെ ഒരുപാട് തമാശകളൊക്കെ പറഞ്ഞ് ചിരിപ്പിക്കുന്ന ആളായിരുന്നു. സുഹൃത്തുക്കളുടെ ഇടയിൽ നിങ്ങളൊരു സംഭവമായിരുന്നില്ലേ? ഇത്തരം മാറ്റങ്ങൾ സ്വയം മനസ്സിലാവില്ല, പക്ഷേ മറ്റുള്ളവർക്കത് പെട്ടെന്ന് മനസ്സിലാവും. അതാണ് ഇവിടുത്തെ പ്രോബ്ലം. അത് തന്നെയാണ് നമുക്കിവിടെ അഡ്രസ്സ് ചെയ്യേണ്ടത്. ഇതൊരു അസുഖമായിട്ടൊന്നും ചിന്തിക്കേണ്ട, പക്ഷെ ഒരു പ്രോബ്ലം ഉണ്ട്. ഞാനൊരു ഉദാഹരണം പറയാം. റോഡിൽ ഒരു ഗട്ടർ ഉണ്ടെന്ന് കരുതുക. ഗട്ടറിൽ കാർ വീണാൽ കാർ ഡാമേജ് ആവും. ജോർജ് കാർ വെട്ടിച്ച് ഗട്ടർ ഒഴിവാക്കി ഓടിച്ചു പോവും. അല്ലാതെ ജോർജ് കാറിൽ നിന്നിറങ്ങി ഗട്ടറിൽ മണ്ണിട്ട് ഓടിച്ചു പോവുമല്ലോ. ഇല്ല ഡോക്ടർ. ഇങ്ങനത്തെ ഗട്ടറുകളാണ് ഓഫീസിൽ മറ്റുള്ളവർ ഉണ്ടാക്കുന്ന പ്രോബ്ലംസ്. നമുക്കവരെ ശരിയാക്കാൻ പറ്റില്ല. നമ്മൾ ശ്രദ്ധിച്ച് കാർ ഡൈവേർട്ട് ചെയ്ത് ഓടിച്ച് സുഖമായിട്ടങ്ങ് പോകണം. അതാണ് ഞാനിവിടെ ട്രീറ്റ്മെൻ്റ് ആയിട്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഡോക്ടർ പറഞ്ഞു വരുന്നത് ഞാൻ മരുന്ന് കഴിക്കണമെന്നാണോ? നോ, നെവർ. അങ്ങനെ ഒരു കെമിക്കൽസും കഴിക്കാൻ ഞാൻ തയ്യാറല്ല. എനിക്കറിയാം അങ്ങനെയുള്ള മരുന്നുകൾ നമ്മുടെ കിഡ്നി, ലിവർ, ബ്രെയിൻ എല്ലാം തകരാറിലാക്കും. ഡോക്ടർക്കറിയാമല്ലോ, ഞാൻ IT ഫീൽഡിലാണ് വർക്ക് ചെയ്യുന്നത്. എനിക്ക് ഈ ബ്രെയിൻ കൊണ്ട് നല്ല ഉപയോഗമുള്ളതാണ്. ഇങ്ങനെയുള്ള മരുന്നൊക്കെ കഴിച്ച് കഴിഞ്ഞാൽ എന്നെ ഒന്നിനും കൊള്ളാണ്ടാവും. ജോർജ് പറഞ്ഞതൊക്കെ ഞാൻ കേട്ടു. ബട്ട് പ്ലീസ് അണ്ടർസ്റ്റാൻഡ്, ഫോർ ദി പാസ്റ്റ് ഫ്യൂ ഡെക്കേഡ്സ് സൈക്കാട്രി ഹാസ് ഡെവലപ്ഡ് എ ലോട്ട്. അതിൻ്റെ ട്രീറ്റ്മെൻറ്റും മാനേജ്മെൻറ്റും വളരെ ഡിഫറെൻ്റ് ആണ്. ഇപ്പോൾ ട്രീറ്റ്മെൻറ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് വ്യക്തിയെ എങ്ങനെ സാധാരണ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാമെന്നുള്ളതാണ്. അതും ജീവിത നിലവാരം ഒട്ടും കുറയാതെ രോഗിയുടെ അവകാശങ്ങളും മനുഷ്യാവകാശങ്ങളും സംരക്ഷിച്ചുകൊണ്ട് തന്നെ. വിത്ത് ഓൾ ദിസ്, it is to transform the present George to what you were earlier without reduction in any quality of your life. And that is the treatment I am going to do. ഉറപ്പാണോ? എനിക്ക് വിശ്വസിക്കാമോ? അതിനുത്തരം ഞാൻ പറയില്ല. ഇതാരാണ്? എൻ്റെ ചേച്ചി. ജോർജിന് ചേച്ചി വിശ്വാസമുണ്ടോ? വിശ്വാസമാണ്. എനിക്ക് അഞ്ജുവിനെ വർഷങ്ങളായിട്ട് അറിയാം. ഇതിൻ്റെ ഉത്തരം അഞ്ജു പറയട്ടെ. I know him for the past 5 years. And he is a well-reputed psychiatrist in this field with a modern outlook. നീ ശ്രദ്ധിച്ചു കാണും, ഇന്നത്തെ ഡോക്ടറിൻ്റെ അപ്പോയിൻമെൻറ്റ് കിട്ടിയത് തന്നെ നമ്മുടെ ഡോക്ടർ രമേശ് പറഞ്ഞിട്ടാണ്. ആൻഡ് യു മൈറ്റ് ഹാവ് നോട്ടീസ്ഡ് ദ ക്രൗഡ് വെയിറ്റിംഗ് ഔട്ട്സൈഡ്. ദ പീപ്പിൾ വെയിറ്റിംഗ് ഔട്ട്സൈഡ്, ഹാവ് യു സീൻ ദം ഡ്രൗസി? മേ ബി ദേ ആർ ബെറ്റർ ഡ്രസ് ദാൻ യു. ഐ എം കോൺഫിഡൻറ്റ് നമുക്ക് ട്രീറ്റ് ചെയ്യാം ജോർജെ. ശരി, ഓക്കെ. ഇനി ഒരു നിയമവശം പറയട്ടെ. രോഗിയെ ചികിത്സിക്കണമെങ്കിൽ രോഗിയുടെയോ രോഗി നിർദ്ദേശിക്കുന്ന ഒരാളുടെയോ സമ്മതം വേണം. സോ ആർ യു റെഡി ഫോർ ദ ട്രീറ്റ്മെൻറ്റ്? യെസ് ഡോക്ടർ. അഞ്ജു എന്നോട് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിരുന്നു. കോളേജിൽ ജോർജ് ബ്രില്യൻ്റ് ആയിരുന്നെന്നും ഒരു ഹീറോ ആയിരുന്നെന്നും ഒക്കെ അല്ലേ? എന്താ ഡോക്ടർ, ഞാൻ ഇപ്പോൾ ഹീറോ അല്ലേ? ജോർജ് ചെറിയ തോതിൽ വയലൻസും ഡ്രഗ്സ് പിന്നെ അറ്റൻഷൻ ഷോർട്ടേജ്. ജോർജ് തെറ്റിദ്ധരിക്കണ്ട, അഞ്ജുവിനോട് ഒന്നും പറഞ്ഞിട്ടില്ല. ഞാൻ വെറുതെ ഒന്ന് ഇട്ട് നോക്കിയതാ. നല്ലൊരു ബാഡ്മിൻ്റൺ പ്ലെയർ ആണല്ലേ? അതെ ഡോക്ടർ. പക്ഷേ കൺസിസ്റ്റൻ്റ് അല്ല അല്ലേ? ഇനി ഒരു കാര്യം കൂടി ഊഹിക്കട്ടെ. കാശ് ചെലവാക്കാൻ അല്പം മിടുക്കനാണല്ലേ? പരിഭ്രമിക്കേണ്ട കാര്യമൊന്നുമില്ല. ഐ അണ്ടർസ്റ്റാൻഡ് that it is an evident symptom of bipolar disorder. നമുക്ക് ട്രീറ്റ്മെൻറ്റ് ചെയ്യണം. There are 2 parts to it. One is depression and the other is mania. In depression, patient goes through a very large mood variation. Yes, doctor. Okay. വരൂ, എൻ്റെ കൂടെ ഒരു ചായ കുടിക്കാം. ഓക്കെ. ഓക്കെ.
ജോർജിന് അറിയുമോ, ലോക പ്രശസ്തരായ നേതാക്കൾ, ഗായകർ, സ്പോർട്സ് വ്യക്തികൾ, അഭിനേതാക്കൾ, അങ്ങനെ പലർക്കും ഈ അസുഖമുണ്ട്. പക്ഷേ അവരെല്ലാം ജീവിതത്തിൽ വിജയിച്ചവരാണ്. അഞ്ജു, ഞാൻ നേരത്തെ പറഞ്ഞു നിങ്ങൾ കൃത്യസമയത്താണ് ഡോക്ടർ രമേശിന്റെ അടുത്ത് പോയത്. എന്തുകൊണ്ടാണെന്നറിയാമോ? ഇല്ല ഡോക്ടർ. ഞാൻ പറയാം. മാനസിക അസുഖം ഒരു തരത്തിലുള്ള ബാധയുമല്ല. 80% ആളുകളും ഏതെങ്കിലും തരത്തിലുള്ള ഫെയ്ത്ത് ഹീലിംഗിന് പോയതിനു ശേഷമാണ് ഡോക്ടറെ കാണാൻ പോകുന്നത്. മനസ്സിലായോ? ഓരോ മതത്തിനും ഈ അസുഖത്തിന്റെ ചികിത്സയ്ക്ക് അവരുടേതായ ദൈവങ്ങളും ദേവാലയങ്ങളും ഉണ്ട്. ഒരുപക്ഷെ പഴയ കാലത്ത് മെഡിക്കൽ സയൻസ് ഇത്രയും വളരാത്ത കാലത്ത് മനുഷ്യർക്ക് ദൈവം മാത്രമേ ആശ്രയം ഉണ്ടായിരുന്നുള്ളൂ, അല്ലേ ഡോക്ടർ? വളരെ ശരിയാണ്. എന്നും പറഞ്ഞ് ഇക്കാലത്ത് ദൈവവിശ്വാസം വേണ്ടെന്നൊന്നുമല്ല കേട്ടോ. ഡോക്ടർ, എങ്ങനെയാണ് ഈ അസുഖം വരുന്നത്? Mental illness is caused due to chemical imbalance of neurotransmitters and due to hormone imbalance. It is just like any other illness due to the chemical or structural variation which occurs in the brain. In nutshell, anatomy of mind is anatomy of brain. ചേച്ചിക്കെല്ലാം മനസ്സിലായി. And doctor, any hereditary reasons behind this? Social factors, life circumstances, daily stress in life, unresolved conflicts, all this lead to this problem. Hereditary tendencies plays a role in this illness. ഡോക്ടർ, ഇതിന്റെ ചികിത്സാ രീതികളൊക്കെ എങ്ങനെയാ? വളരെയധികം നാൾ മരുന്ന് കഴിക്കേണ്ടി വരും. മരുന്ന് കുറയ്ക്കാം, ഒരുപക്ഷെ നിർത്താം. ബട്ട് ഓൺലി ഓൺ ഡോക്ടേഴ്സ് അഡ്വൈസ്. ഓക്കെ, ഡോക്ടർ പറയുന്നതോടെ ചെയ്യാം. ഇനി ഒരു 2 മാസത്തേക്ക് 2 ആഴ്ച കൂടുമ്പോൾ വന്ന് കാണും. അതിനുശേഷം 6 മാസത്തേക്ക് once in a month. പിന്നെ once in 3 months. ഓക്കെ, ഇനി 1 മാസം റെസ്റ്റ് ചെയ്തിട്ട് ഡ്യൂട്ടിക്കൊക്കെ പോട്ടെ. യു വിൽ ബി വെരി മച്ച് ഓക്കെ ബൈ ദാറ്റ് ടൈം. യു വിൽ ഹാവ് ടു കണ്ടിന്യൂ വിത്ത് സം മൂഡ് സ്റ്റെബിലൈസേഴ്സ് ആൻഡ് ആൻറ്റി ഡിപ്രസൻറ്റ് മെഡിസിൻ. പിന്നെ ട്രീറ്റ്മെൻറ്റ് ഈസ് എ കോമ്പിനേഷൻ ഓഫ് 2 approaches, pharmacological and psychological. All this aims at റീഹാബിലിറ്റേഷൻ ഓഫ് ദ പേഷ്യൻ്റ്. രോഗിയെ അസുഖത്തിന് മുമ്പ് ഏത് സ്ഥിതിയിലായിരുന്നോ ആ സ്ഥിതിയിലേക്ക് കൊണ്ടുവരിക. അതേ ഉന്മേഷത്തോടെ, അതേ കാര്യക്ഷമതയോടെ. അഞ്ജു, ജോർജ് ഫാമിലി ഫംഗ്ഷനിലൊക്കെ പാർട്ടിസിപ്പേറ്റ് ചെയ്യട്ടെ, കുറച്ച് സോഷ്യൽ വർക്കിലൊക്കെ പോട്ടെ. സുഹൃത്തുക്കളുടെ സപ്പോർട്ട് വളരെയധികം വേണം. ഇനി ഞാനൊരു ഇമ്പോർട്ടൻ്റ് കാര്യം പറയട്ടെ. എന്താണ് ഡോക്ടർ? ഇന്ത്യയിലാണ് ഇത്തരം അസുഖങ്ങൾ ഏറ്റവും കൂടുതൽ സുഖം പ്രാപിക്കുന്നത്. ഡു യു നോ വൈ? അത് നമ്മുടെ കൾച്ചർ തന്നെയല്ലേ, നമ്മുടെ കുടുംബ ബന്ധങ്ങളും അവരുടെ സപ്പോർട്ടും. ശരിയല്ലേ ഡോക്ടർ? എക്സാക്ട്ലി. അതുകൊണ്ട് എൻ്റെ സുഹൃത്തെ, ഇത്രയും നല്ലൊരു ചേച്ചിയെ കിട്ടിയ താങ്കൾ വളരെ ഭാഗ്യവാനാണ്. എനിക്ക് ഉറപ്പുണ്ട് ജോർജ് തിരിച്ചു വരും, പോരുതി തന്നെ തിരിച്ചു വരും. ഞാൻ മരുന്ന് പ്രിസ്ക്രൈബ് ചെയ്യാം, ഫാർമസി പോയി കളക്ട് ചെയ്തു. സോ ബൈ ഫോർ നൗ. Come back after 2 weeks. Yes, doctor. എനിക്കിത് ജോർജിൻ്റെ മുന്നിൽ നിന്ന് സംസാരിക്കാൻ പറ്റാത്തത് കൊണ്ടാണ് ഞാനിപ്പോൾ വിളിച്ചത്. ഞാൻ പറയുന്നത് വളരെ ശ്രദ്ധിച്ച് കേൾക്കണം. Yes, doctor. ഇത് ബൈപോളർ സിൻഡ്രോം എന്നുള്ളൊരു അസുഖമാണ്. Don't give him over protection. Avoid critical comments. Support and encourage him wherever possible. Appreciation should be loud and public. Avoid criticism and give advice confidentially. Okay? മനസ്സിലായോ? Okay. ഇനി ഏറ്റവും പ്രധാനപ്പെട്ട സംഗതി, ഇത്തരക്കാർ ജീവിതത്തിൽ ഒരു ലക്ഷ്യവും കൂടാതെ സഞ്ചരിക്കും. അതവരെ നിസ്സഹായാവസ്ഥ, നിരാശ, പിന്നെ ആത്മഹത്യാ പ്രവണതയിലേക്ക് നയിക്കും. After that, they plan and attempt. മോനെ നീ ചെല്ല്, ഞാൻ ഫാർമസി പോയിട്ട് അങ്ങോട്ട് എത്താം. Suicidal attempts are more made by females, but completed moves are made by males. Anju, don't be disturbed. Need to be vigilant and careful. Okay. Ensure he takes the medicine. He will be okay. Okay? ശരി. ജോർജേ, ജോർജേ, നീ മരുന്ന് കഴിച്ചായിരുന്നോ? ഞാൻ ഓഫീസിൽ പോവാ.
ചേച്ചി ചിക്കൻ കറി സൂപ്പർ ആയിട്ട് കേട്ടാ. നീ എന്നെ സോപ്പിടണ്ട. അതെന്താ എൻ്റെ ചേച്ചി സൂപ്പർ അല്ലേ? ചേച്ചി ഞാൻ മരുന്ന് കഴിച്ചു, ഭക്ഷണം കഴിച്ചു. ഐ വിൽ ബി പോസിറ്റീവ് ഓൾ ദ ഡേ. ഇതെന്തു പറ്റി? ബാഡ്മിന്റൺ പ്രാക്ടീസ് തുടരാനായിട്ട് തീരുമാനിച്ചാ? കാക്ക ഇന്ന് മലന്ന് പറക്കും. യെസ് ചേച്ചി, ഇന്നുപോലെ ഞാൻ പോകാൻ തീരുമാനിച്ചു. മിടുക്കൻ. എടാ ജോർജ്, ഹെൽമെറ്റ് കൊണ്ടുപോടാ. കാർ ഓടിക്കുമ്പോൾ ചേച്ചി ഹെൽമെറ്റ്? ഞാൻ എൻ്റെ ബൈക്ക് സർവീസ് കൊണ്ടിരിക്കും, കാർ എടുക്കുവാണേ. അപ്പൊ ഞാൻ എൻ്റെ ഓഫീസിൽ എങ്ങനെ പോവും? ചേച്ചി വല്ല ക്യാബോ ഓട്ടോ എടുത്തു പോകും. അത് കൊള്ളാലോ. ജേക്കബ്, നീ എന്താ മനസ്സിലാക്കാത്തത്? ഞാൻ നിനക്ക് എന്ത് ഇൻസ്ട്രക്ഷൻ ആണ് തന്നത്? ആൻഡ് വാട്ട് ഹാവ് യു ഡൺ? ഞാൻ ജേക്കബിന് കൃത്യമായ ഇൻസ്ട്രക്ഷൻ തന്നു. അതനുസരിച്ചുള്ള ഒരു മാന്യത പോലും താൻ കാണിച്ചില്ല. നോ, മീറ്റ് മീ വെൻ ഐ റീച്ച് ഓഫീസ്. ഗോട്ട് ഇറ്റ്? ഇന്ന് രാവിലെ കൊച്ചി ഇൻഫോ പാർക്ക് റോഡിലുണ്ടായ കാർ അപകടത്തിൽ ജോർജ് കോശി എന്ന യുവാവ് മരണമടഞ്ഞു. ജോർജ് ഇന്ത്യയിലെ തന്നെ ഒന്നാംകിട IT സ്ഥാപനത്തിൽ ടെക്നിക്കൽ ഹെഡായിരുന്നു. ഇയാൾ മനഃപൂർവ്വമായി റോഡ് സൈഡിലൂടെ കാർ പായിച്ചു കയറി അപകടം സ്വയം സൃഷ്ടിച്ചതാണെന്ന് ദൃക്സാക്ഷികൾ പോലീസിന് മൊഴി നൽകി. ചേച്ചി 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 പിന്നെ സ്വപ്നം കാണുവാണോ? അതും എൻ്റെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ദിവസത്തിൽ. ചേച്ചിക്കറിയാലോ, എൻ്റെ അസുഖമൊക്കെ മാറി. ഐ എം പെർഫെക്റ്റ്ലി ഓൾ റൈറ്റ് നൗ. സാധാരണ ജീവിതത്തിൽ തിരിച്ചു വന്നു. പിന്നെ എന്താ എൻ്റെ ചേച്ചി ഇങ്ങനെ?